ഞാൻ തകർന്നു പോയി, ഞാൻ നശിച്ചു പോയി, ഞാൻ വീണുപോയി, എന്റെ ശത്രു എന്റെ മേൽ ജയഘോഷം കൊണ്ടാടുന്നു എന്ന് നിനക്ക് ഇന്ന് തോന്നുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. സദൃശ്യ വാക്യങ്ങൾ 24 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഭക്തൻ ചില ഉപദേശങ്ങൾ, ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. ഇതേ അധ്യായം എന്റെ 19-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്: ദുഷ്പ്രവൃത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. സ്വതം ആസാഫ് എന്ന ഭക്തന്റെ ജീവിതത്തിൽ വന്നു പറ്റിയ പരാജയത്തെ കുറിച്ച് നമുക്ക് സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ അറിയാത്ത ജനം, അല്ലെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ജനം, അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളുമുണ്ട്, അവരുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളുമുണ്ട്. സ്തോത്രമാർക്കൊന്നിനും കുറവില്ല. അവർ തടിച്ചിരിക്കുകയാണ്. പല കാര്യങ്ങൾ സ്തോത്രം ആസാഫ് എടുത്തു പറയുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവരുടെ അന്ത്യത്തെക്കുറിച്ച് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. താൻ പറയുകയാണ്, യഹോവ അവരെ വഴുവഴുപ്പിൽ വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. ഈ ഒരു ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പലരെയും നോക്കി പലപ്പോഴും അസൂയ കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട്. ദൈവത്തെ അറിയാത്ത ജനത്തിന് ഒന്നിനും കുറവില്ല, ഒന്നിനും മുട്ടില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ അവരോട് അസൂയപ്പെടരുത്, അവരോട് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യല് എന്നാണ് ഭക്തൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ ബലം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടകാലത്ത് നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. മാനുഷികമായി നോക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ആഹാരം നമുക്ക് ബലം നൽകും. ഏലിയാവിനെ ദൈവത്തിന്റെ ദൂതൻ തട്ടി ഉണർത്തിയിട്ട് തനിക്ക് വേണ്ടുന്നതൊക്കെ നൽകി. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് ഏലിയാവ് 40 ദിവസവും 40 രാത്രിയും ഹോരേബോളം, ദൈവത്തിന്റെ പർവ്വതത്തോളം താൻ ആഹാരത്തിന്റെ ബലം കൊണ്ട് നടന്നുപോയി. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനവും നമ്മെ ബലപ്പെടുത്തുന്നതാണ്. യേശു കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വചനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. പ്രൈസ് ലോർഡ്. നമ്മുടെ കഷ്ടകാലത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്, നമ്മെ ബലപ്പെടുത്തുന്ന യഹോവയുടെ വചനമുണ്ട്. ആമേൻ. ചില വാക്യങ്ങളുണ്ട്. ഇവിടെ പറയുകയാണ്, കഷ്ടകാലത്ത് നീ കൊഴിഞ്ഞു പോയാൽ നിന്റെ ബലം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അത് നഷ്ടമാണ്. സ്തോത്രം. ഒരു 4-5 ദിവസം നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ പോലും നമ്മൾ മുന്നമേ കഴിച്ച ആഹാരം നമ്മെ ബലപ്പെടുത്തുന്നെങ്കിൽ, അത്ര ദിവസം എത്രത്തോളം നമ്മൾ കഴിക്കാതിരിക്കുന്നു അത്രത്തോളം നമുക്ക് നിലനിൽപ്പാൻ ഒരു ബലം നൽകുന്നെങ്കിൽ, തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിൽ കേട്ട ഓരോ വചനവും, കഴിഞ്ഞ നാളുകളിൽ നാം പ്രാപിച്ച ദൈവിക ആലോചന, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടകാലത്ത് നമ്മെ ബലപ്പെടുത്തുന്നതാണ്. സ്തോത്രം. കഷ്ടകാലത്ത് കുഴഞ്ഞു പോകാതെ ഇരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ കുഴഞ്ഞു പോയാൽ നമ്മുടെ ബലം കൊണ്ട് ഒരു പ്രയോജനമില്ല. നാം പ്രാപിച്ച ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ബലം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ വീണ്ടും ഭക്തൻ രേഖപ്പെടുത്തുകയാണ്, സ്തോത്രം, ഒരു മനുഷ്യൻ വീഴുവാണെങ്കിൽ നീ അതിൽ സന്തോഷിക്കരുത്. ഒരു ദുഷ്ടനായിക്കൊള്ളട്ടെ, ഒരു ശത്രു ആയിക്കൊള്ളട്ടെ, വീഴുവാണെങ്കിൽ നീ സന്തോഷിക്കരുത്. കാരണം അത് ദൈവത്തിന് ഇഷ്ടമല്ലാതെ വരുന്നിട്ട് നിന്റെ ജീവിതത്തിൽ അത് തന്നെ സംഭവിപ്പാൻ ഇടവരും. 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഞാൻ തകർന്നു പോയി, ഞാൻ നശിച്ചു പോയി, ഞാൻ വീണുപോയി, എന്റെ ശത്രു എന്റെ മേൽ ജയഘോഷം കൊണ്ടാടുന്നു എന്ന് നിനക്ക് ഇന്ന് തോന്നുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവ് നൽകുന്ന ഒരു ദൈവിക ആലോചന: നീ 7 പ്രാവശ്യം വീണാലും നീ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധാനത്തിൽ നിൽക്കുന്നവർ വീണു പോയാലും നിലം പരിചയാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും, എത്ര പ്രാവശ്യം ഒരു നീതിമാൻ വീണാലും അവൻ വീണ്ടും എഴുന്നേൽക്കും. ഹല്ലേലൂയ. അവൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങിയോ ഒരു നാളും രക്ഷിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. പ്രൈസ് ലോർഡ്. ഈ അധ്യായത്തെ തുടർമാനമായി പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ഉള്ള ചില ദൈവീയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നീ നീതിയോടെ ദൈവസ്ഥിതിയിൽ നിന്നാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ നിലംപരിശയാകുവാൻ, നീ തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്നെ നോക്കി നിൽക്കുന്ന ശത്രു, നിന്നെ വീക്ഷിക്കുന്ന പലരും ഒരു പക്ഷേ കാണും. ഹല്ലേലൂയ. നിന്റെ പരാജയം നോക്കി, നിന്റെ അന്ത്യം നോക്കി, നിന്റെ നാളുകൾ എന്തിയാകും, നിന്റെ അവസ്ഥകൾ എന്തായിത്തീരും, നീ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ നിന്നെ മാനിക്കുവാൻ ദൈവം ശക്തനാണ്. ഇനി നീ ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ വീണുപോയി. എന്നാൽ കർത്താവിന്റെ വചനം പറയുകയാണ്, നീ വീണ്ടും എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വശങ്ങളാൽ കർത്താവേ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.